നമസ്കാരം, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് 10ാം ക്ലാസ്സിൻ്റെ സബ്സെ ബഡ ഷോമാൻ എന്നൊരു പാഠമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ സബ്സെ ബഡ ഷോമാൻ എഴുതിയത് ഗീത് ചതുർവേദി, ജീവനിയാണ്, ജീവചരിത്രമാണ്. ആരുടെ ജീവചരിത്രമാണെന്നറിയാവോ? ചാർലി ചാപ്ലിൻ്റെ ജീവചരിത്രമാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയ കലാകാരനാണ്, 88 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു വലിയ കലാകാരനായിരുന്നു നമുക്കറിയാം ചാർലി ചാപ്ലിൻ. അപ്പോൾ അദ്ദേഹത്തിന് അവിചാരിതമായി 5ാമത്തെ വയസ്സിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടത്തേണ്ടി വന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൽ പറയുന്നത്. വളരെ ചെറിയൊരു പാഠമാണ്. അപ്പോൾ അവിടെ ആദ്യം നോക്കാം. മുച്ചേ ബാരിഷ്മേൻ ചലന പസന്ത് ഹെ. ഇപ്പം ചാപ്ലിൻ്റെ ഒരു വാക്യം അവിടെ കിടക്കുന്നുണ്ടോ? മുച്ചേ ബാരിഷ്മേൻ ചലന പസന്ത് ഹെ. എനിക്ക് മഴയത്തുകൂടി നടക്കാൻ ഇഷ്ടമാണ്. എനിക്ക് മഴയത്തുകൂടി നടക്കാൻ ഇഷ്ടമാണ്. മേരെ ആംസു ജോ നെഹി ദേക്ക് പാത്താകെ പോയി. എന്താണ് കാരണം എന്നറിയാവോ? എൻ്റെ കണ്ണുനീര് ആർക്കും കാണാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പോൾ മഴയത്തുകൂടി നടക്കുമ്പോൾ ഒരു വ്യക്തി കരയുകയാണോ അല്ലയോ? കരയുന്നത് അറിയുവോ? ഇല്ല. അപ്പോൾ ചാപ്ലിൻ പറഞ്ഞേക്കുന്നത് എനിക്ക് മഴയത്തുകൂടി നടക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, എൻ്റെ കണ്ണുനീരാരും കാണില്ലല്ലോ എന്നാണ് അവിടെ ചാപ്ലിൻ്റെ ഒരു വാക്യം. അപ്പോൾ ഏതൊരു മനുഷ്യർക്കും അവരുടേതായ ദുഃഖങ്ങളുണ്ട് അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പം നമുക്ക് സബ്സെ ബഡ ഷോമാൻ പാഠഭാഗത്തിലേക്ക് വരാം. गाते गाते पाड़ी पाड़ी अचानक माम की आवाज फटकर फुसफुसाहट में तब्दील हो गई. पाड़ी पाड़ी गाते गाते पाड़ी पाड़ी പെട്ടെന്ന്, അചാനക് പെട്ടെന്ന്, മാം കി ആവാസ് അമ്മയുടെ ശബ്ദം, ഫടുക്കർ മുറിഞ്ഞ്, ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയി പിറുപിറുക്കലായി മാറി. അപ്പൊ പാടിക്കൊണ്ടിരുന്ന അമ്മയുടെ ശബ്ദം മുറിഞ്ഞ് എന്തായി മാറി? പിറുപിറുക്കൽ പോലെയായി മാറി. അതായത് ചാർലിയുടെ അമ്മ ഒരു ഗായികയായിരുന്നു. അവരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഒരു സ്റ്റേജ് ഷോയിൽ പാടിക്കൊണ്ടിരുന്ന സമയത്ത് അവരുടെ തൊണ്ടയ്ക്ക് സംഭവിച്ച കുഴപ്പമാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ പാടിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ ശബ്ദം പെട്ടെന്ന് എന്തായി മാറി? മുറിഞ്ഞ്, ഫടുക്കർ, ഫടിന എന്ന് പറഞ്ഞാൽ മുറിയുക, മുറിഞ്ഞ് പിറുപിറുക്കലായി മാറുന്നു. ലോകോംഗോ ലഗാക്കി. അപ്പൊ ആളുകൾക്ക് തോന്നിയത് മൈക്കുമേ കുച്ച് കരാബി ആ ഗയി. മൈക്കിനെന്തോ കുഴപ്പം പറ്റിയെന്നാണ്. ഖരാബി, എന്തോ ഖരാബി എന്ന് പറഞ്ഞാൽ കുഴപ്പം. മൈക്കിനെന്തോ കുഴപ്പം പറ്റിയെന്നാണ് ആർക്ക് തോന്നിയത്? ആളുകൾക്ക് തോന്നിയത്. പക്ഷേ ആ പിറുപിറുക്കൽ അങ്ങനെ സാരീത്തിന്റെ, സാരി എന്ന് പറഞ്ഞാല് തുടർന്നു കൊണ്ടേയിരുന്നു. പിറുപിറുക്കൽ അങ്ങനെ, അല്ലെങ്കിൽ അമ്മയുടെ ആ ശബ്ദത്തിന്റെ മോശമില്ല, നന്നായിട്ട് പാടിക്കൊണ്ടിരുന്നതാണ് അവര്. പക്ഷെ പെട്ടെന്ന് അവരുടെ ശബ്ദം മാറി, ആ പിറുപിറുക്കൽ അങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു. അപ്പൊ ആദ്യം ആളുകൾക്ക് തോന്നിയത് എന്തായിരുന്നു? മൈക്കിനെന്തോ കുഴപ്പം പറ്റിയെന്നായിരുന്നു, ഇല്ലയോ? പക്ഷെ വീണ്ടും ആ പിറുപിറുക്കൽ തുടർന്നു കൊണ്ടേയിരുന്നു. ലോക് ചില്ലാനെ ലഗ്. ആളുകൾ എന്ത് ചെയ്തു? ആ ബഹളം വെക്കാൻ തുടങ്ങി. ചില്ലാൻ, എന്തോ ചില്ലാനെന്ന് പറഞ്ഞാല് ബഹളം വെക്കുക, ഇല്ലയോ? ആളുകൾ അടങ്ങിയിരിക്കുവോ? ഇല്ല. കഹീംസെ കുച്ച് ലോകം മ്യാവോ മ്യാവോ കി ആവാസ് നിക്കാലിനെ ലഗെ. എവിടെ നിന്നോ, കഹീംസെ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നോ കുറച്ച് ആളുകളുടെ മ്യാവോ മ്യാവോ, അല്ലെ, പൂച്ചയുടെ കരച്ചില്. അപ്പൊ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് പല അപശബ്ദങ്ങളും പുറപ്പെടുവിക്കാൻ തുടങ്ങി. അപ്പൊ എവിടെ നിന്നോ പൂച്ചയുടെ ശബ്ദം, അത് മ്യാവു മ്യാവുക്ക് ആവാസ് നിക്കാലിനെ ലഗെ, മ്യാവു മ്യാവു എന്ന ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി. ഇസ് അഭദ്രശോറിനെ, ഈ അശുഭകരമായ ശബ്ദം, എന്തോ അഭദ്രശോർ എന്ന് പറഞ്ഞാല് അശുഭകരമായ ശബ്ദം. ഈ അശുഭകരമായ ശബ്ദം മാംകോ സ്റ്റേജ് സെ ഹട്നേക്കോ മസ്ബൂർ കർ ദിയ. അമ്മയെ സ്റ്റേജിൽ നിന്ന് മാറ്റാൻ, മാംകോ സ്റ്റേജ് സെ ഹട്ന, എന്തോ ഹട്ന എന്ന് പറഞ്ഞാല് മാറ്റുക. അമ്മയെ സ്റ്റേജിൽ നിന്ന് മാറ്റാൻ എന്തായി? മസ്ബൂർ കർദിയ. എന്തോ മസ്ബൂർ കർദിയ എന്ന് പറഞ്ഞാല് നിർബന്ധിതയായി, അല്ലെ? അപ്പോൾ അവർക്ക് അവരവിടുന്ന് മാറിയേ പറ്റത്തുള്ളൂ, അല്ലെ? ഇനി അവർ ആ സ്റ്റേജിൽ തുടരേണ്ട അർത്ഥമുണ്ടോ? ഇല്ല. ഓഡിയൻസ് ആകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്, വലിയ ബഹളം നടക്കുകയാണ്. ഇനിയിപ്പോൾ അവർക്ക് മുന്നോട്ട് പാടാൻ കഴിയുന്നില്ല. കാരണം അവരുടെ ശബ്ദത്തിന്
എന്തോ തകരാറ് സംഭവിച്ച പാടിക്കൊണ്ടിരുന്ന നന്നായിട്ട് പാടിക്കൊണ്ടിരുന്ന ആ സമയത്ത് എന്തായിരുന്നു, ചാർലിയുടെ അമ്മയുടെ ശബ്ദം മുറിഞ്ഞ് പിറുപിറുക്കലായി മാറി. അതാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്. എന്തൊക്കെയാ പറഞ്ഞത്? പാടിക്കൊണ്ടിരുന്ന അമ്മയുടെ ശബ്ദം പെട്ടെന്ന് മുറിഞ്ഞ് പിറുപിറുക്കലായി മാറി. തബ്ദീൽ എന്ന് പറഞ്ഞാൽ മാറുക. അപ്പൊ ആളുകൾക്ക് തോന്നി, ലഗ എന്ന് പറഞ്ഞാൽ തോന്നി, ആളുകൾക്ക് തോന്നിയത് എന്താണ്, മൈക്കിനെന്തോ കുഴപ്പം പറ്റിയെന്നാണ്. പക്ഷെ ആ പിറുപിറുക്കൽ തുടർന്നു കൊണ്ടേയിരുന്നു. സാരി തുടരുക. ആളുകൾ എന്ത് ചെയ്തു, ബഹളം വയ്ക്കാൻ തുടങ്ങി. എവിടെ നിന്നോ കുറച്ച് ആളുകൾ എന്ത് ശബ്ദം പുറപ്പെടുവിച്ചു, പൂച്ചയുടെ ശബ്ദം പുറപ്പെടുവിച്ചു. പൂച്ചയുടെ മ്യാവ്, പൂച്ചയുടെ കരച്ചിൽ അത് പുറപ്പെടുവിച്ചു. ഈ അശുഭകരമായ ശബ്ദം, അഭദ്രശോർ, എന്താ അഭദ്രശോർ, അശുഭകരമായ ശബ്ദം അമ്മയെ സ്റ്റേജിൽ നിന്ന് മാറാൻ നിർബന്ധിതയായി. ഇപ്പൊ അമ്മ സ്റ്റേജിൽ നിന്ന് മാറാൻ നിർബന്ധിതയായിരിക്കുകയാണ്. എന്ത് കാരണം? അവരുടെ ശബ്ദം മുറിഞ്ഞ് പോയി അതുകൊണ്ട് അവർ സ്റ്റേജിൽ നിന്ന് മാറാൻ നിർബന്ധിതയായിരിക്കുകയാണ്. चार्ली को वह अक्सर वह अपने साथ തിയേറ്ററിലെ जाती थी. ഇവർ ചാർലിയെ തന്നോടൊപ്പം എന്തായിരുന്നു, തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ചാർലിയെ ഈ അമ്മ മിക്കവാറും എവിടേക്ക് കൊണ്ടുപോകുമായിരുന്നു, ഈ പ്രോഗ്രാം സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അത് അക്സർ എന്ന് പറഞ്ഞാൽ മിക്കവാറും. അപ്പനെ സാത്ത് തന്നോടൊപ്പം തിയേറ്ററിലെ ജാത്തീതി എവിടേക്ക് കൊണ്ടുപോകുമായിരുന്നു, തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഉസ് ദിൻ ഭി, ആ ദിവസവും ഭി പർദ്ദേക്കെ പീച്ചെ കട, കർട്ടന് പിറകിൽ നിന്നുകൊണ്ട്. പീച്ചെ എന്താക്കിയ, പീച്ചെ പിറകിൽ, ഖട നിൽക്കുക, കർട്ടന് പിറകിൽ നിന്നുകൊണ്ട്. വഹ് ആവാസ് കെ, ആ ശബ്ദം, വഹ് ആവാസ്, ഏ ശബ്ദവാ, മാം കി ഫട്കർ ആവാസ്, അമ്മയുടെ ആ മുറിഞ്ഞ ശബ്ദം അമ്മയുടെ ശബ്ദം അവിടെ നിന്നുകൊണ്ട്. ആവാസ് കെ തമാശക്കോ ദേഖ് രഹാത്ത, അവൻ എങ്ങനെ നോക്കി കാണുകയായിരുന്നു, തമാശയായിട്ട് നോക്കുകയായിരുന്നു. മാം और മാനേജർ में बहस होते देख वहां गया. അപ്പോൾ അമ്മയും മാനേജരും കൂടെ തർക്കം നടക്കുന്നത് കണ്ടപ്പോൾ അവൻ അവിടേക്ക് പോയി. ബഹസ്, തർക്കം. അപ്പൊ അമ്മയും മാനേജരും കൂടെ എന്തോ ഒരു തർക്കം നടക്കുന്ന, ഒരു വാദപ്രതിവാദം ഒക്കെ നടക്കുന്നു. അത് കണ്ടുകൊണ്ട് അവൻ അവിടേക്ക് പോയി. मैनेजर ने चार्ली को माम के कुछ दोस्तों के सामने अभिनय करते देखा था. वह उसे स्टेज पर भेजने की जिद करने लगा. അപ്പൊ അവിടെ എന്താണ്, മാനേജറിന് ചാർലിയെ സ്റ്റേജിലേക്ക് വിടാനുള്ള നിർബന്ധമാണ് അവിടെ കാണിക്കുന്നത്. അതാണ് ഈ അമ്മയും മാനേജരോടുള്ള തർക്കം അവിടെ നടക്കുന്നത്. കാരണം മാനേജർ പറയുന്നത്, മാനേജറിനെ ചാർലിയെ മാം കെ കുച്ച് ദോസ്തോം കെ സാമ്നെ, അമ്മയുടെ സുഹൃത്തുക്കളുടെ മുന്നിൽ അഭിനയിച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മയുടെ സുഹൃത്തുക്കളുടെ മുന്നിൽ ഇവൻ അഭിനയിക്കുകയോ അല്ലെങ്കിൽ പാടുകയോ ഒക്കെ ചെയ്യുന്നത് ആര് കണ്ടിട്ടുണ്ടായിരുന്നു, മാനേജർ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം പ്രോഗ്രാം സ്ഥലങ്ങളിലേക്കൊക്കെ അമ്മ മകനെയും കൂട്ടിയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ അയാൾ പറയുന്നത് എന്താ, സ്റ്റേജ് പർ ഫേജിന്, അങ്ങനെ അവനെ സ്റ്റേജിലേക്ക് അയക്കാൻ സിദ്ധ് കർണയിലേക്ക്, എന്താ സിദ്ധ് കർണ, ശാഠ്യം പിടിക്കുക അല്ലെങ്കിൽ നിർബന്ധം പിടിക്കാൻ തുടങ്ങി. അമ്മയോ മാം ഡർ ഗയി, അമ്മ ഭയന്നുപോയി. ഭയന്നുപോയി. 5 साल का बच्चा, 5 വയസ്സുള്ള കുട്ടി, ഈസ് ഉഗ്രപീഡക്കോ ചേൽ പായക, 5 വയസ്സുള്ള കുട്ടി ഈ ഉഗ്രമായ ജനക്കൂട്ടത്തെ ചേൽ പായക, എന്താ ചേൽ എന്ന് പറഞ്ഞാല് ഫേസ് ചെയ്യുക, നേരിടുക. എങ്ങനെ ഇവരെ നേരിടും, അതായിരുന്നു അമ്മയുടെ ഭയം കേട്ടോ. അപ്പൊ അമ്മയുടെ ഭയം എന്തായിരുന്നു, ഈ 5 വയസ്സുള്ള കുട്ടി ഈ ഉഗ്രമായ ഒരു വലിയ ജനക്കൂട്ടമാണ്. ഈ ജനക്കൂട്ടത്തെ എങ്ങനെ എൻ്റെ മകൻ ഫേസ് ചെയ്യും? എൻ്റെ മകന് മുൻപരിചയമല്ല ഉണ്ടോ? ഇല്ല. അപ്പൊ അമ്മയ്ക്ക് വല്ലാത്ത പേടി, യാതൊരു പ്രാക്ടീസും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ അമ്മയുടെ കൂടെ പോകുന്നു എന്ന് മാത്രമല്ലാതെ അവന് മുൻപരിചയങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ ഓഡിയൻസിന്റെ മുന്നിൽ കയറി നിന്ന് പാടാനോ ഒന്നും അവന് പരിചയമില്ല. അതാണ് അമ്മയുടെ ഭയം. ബഹത്ത് മുബാഹിസ് കെ ബാദ്, അങ്ങനെ ഒരുപാട് തർക്കങ്ങൾക്ക് ശേഷം, മുബാഹിസും വാദവിവാദം ആണ് കേട്ടോ, തർക്കങ്ങൾക്ക് ശേഷം, കെ ബാദ് എന്തുവാ, ശേഷം.
അവനെ അവസാനമായി ചാർലി ഇപ്പോൾ സ്റ്റേജ് पर ले गया. അപ്പോൾ ഒരുപാട് തർക്കങ്ങൾക്ക് ശേഷം അയാൾ അവസാനമായി, അത് മാനേജർ അവസാനമായി ചാർലി എവിടേക്ക് കൊണ്ടുപോയി? സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. ഓർ ബച്ചാവ് കെ കുച്ച് ശബ്ദ് കഹ ഉസെ അകേല ചോടായ. അങ്ങനെ അയാള് ഓഡിയൻസിന്റെ മുന്നിലേക്ക് അല്ലെ സ്റ്റേജിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് എന്തായാലും രക്ഷപ്പെട്ടു ഇല്ലയോ? അങ്ങനെ ഒരു ആശ്വാസത്താൽ അല്ലെ അവിടെ അവനെ കൊണ്ട് നിർത്തി കുച്ച് ശബ്ദ് കഹ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഉസെ അകേല ചോട് ആയ അവനെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോരുന്നു. അപ്പൊ ഇനി അടുത്ത പാടാൻ പോകുന്ന ആരാണ്? ചാർലിയാണ് ഇല്ലയോ? അങ്ങനെ എന്തായാലും ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുള്ള വെപ്രാളമായിരുന്നു. ഇത് എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു ഈ മാനേജർക്ക്. കാരണം ആ പ്രോഗ്രാം സ്ഥലം ആളുകൾ അങ്ങ് ഇളകി മറിഞ്ഞിരിക്കുകയാണ്, വൻ ബഹളമാണ് നടക്കുന്നത്. അപ്പൊ മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ. എന്തായാലും അയാൾക്ക് വിശ്വാസമുണ്ട് ചാർലി അത് നന്നായിട്ട് അവിടെ അവതരിപ്പിക്കും, എന്തായാലും അവൻ അവിടെ അവതരിപ്പിക്കും എന്ന് അയാൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ അവിടെ കൊണ്ടുവന്ന് വിട്ടു. ദുയ്യം കെ ഉട്ടെ ഹുയെ ചല്ലോം കെ ബീച്ച്, പുക കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ആ ഗോളാകൃതിയിലുള്ള വസ്തുവിന്റെ മധ്യത്തിൽ, ചല്ല എന്ന് പറഞ്ഞാൽ ഗോളാകൃതിയിലുള്ള വസ്തുവിന്റെ ഇടയില് ചാർലി എന്ത് ചെയ്തു? മഷ്ഹൂർ ഗീത്, പ്രസിദ്ധമായ പാട്ട്, ജോക്ക് ജോൺസ് ഗാന ശുരു കിയ. ചാർലി പ്രസിദ്ധമായ പാട്ട് പാടി. ഏതാണ്? ജോക്ക് ജോൺസ് എന്നൊരു പാട്ട് പാടാൻ തുടങ്ങി. മഷ്ഹൂർ ഗീത്, പ്രസിദ്ധമായ പാട്ട്, ജോക്ക് ജോൺസ്. ഏതാണ്? ജോക്ക് ജോൺസ് എന്നൊരു പാട്ട് ശുരു കിയ, സ്റ്റാർട്ട് ചെയ്തു. കുച്ച് ദേർ തക്ക്, കുറച്ച് സമയം വരെ ഓർക്കസ്ട്രാക്കാർക്ക് ഉസ്കി ആവാസ് മേ ഉസ് ഗാനെ കി ധുൻ തലാശത്തെ രഹി, അവന്റെ ശബ്ദത്തിൽ, അവന്റേതായ ശബ്ദത്തിൽ പാടുന്നില്ലയോ, അതാണ് ഉസ്കി ആവാസ് മേ, അവന്റെ ശബ്ദത്തിൽ, ഉസ് ഗാനേക്ക്, ആ പാട്ടിന്റെ ധുൻ എന്താണ്? താളം, തലാശത്തെ രഹി, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന്റേതായ രീതിയിൽ അവൻ അങ്ങനെ പാടി പോകുകയാണ്. അപ്പൊ ഓർക്കസ്ട്രാക്കാര് അവന്റെ താളത്തിനനുസരിച്ച്, അവന്റെ പാട്ടിനനുസരിച്ച് താളം അവരന്വേഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഓർ വക് ജൈസേഹി മിലി, അങ്ങനെ അവർക്ക് അവന്റെ ശബ്ദത്തിനൊത്ത താളം കിട്ടി. ജൈസേഹി മിലി, അങ്ങനെ കിട്ടി. ഗാന സജിനെ ലഗ, എന്ത് ചെയ്തു? പാട്ട് അലങ്കരിക്കാൻ തുടങ്ങിയത്, പാട്ട് നന്നാകാൻ തുടങ്ങിയല്ലയോ? ആ ഓർക്കസ്ട്രയും അതുപോലെ തന്നെ അവന്റെ പാട്ടും അതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എന്തായാലും നല്ലതുപോലെ ആ ഒരു സ്റ്റേജ് അല്ലെ അലങ്കൃതമായി എന്നാണ് പറയുന്നത്. ഗാന അഭി ആധാ ഹി ഹുവാത്ത, ഇപ്പോൾ പാട്ട് പകുതി ആയതേ ഉള്ളൂ. എന്തോ ആധ എന്ന് പറഞ്ഞാല് പകുതി, പാട്ട് പകുതി ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് സ്റ്റേജ് पर पैसों की बौछार शुरू हुई, സ്റ്റേജില് പൈസ വന്നങ്ങനെ വർഷിക്കാൻ തുടങ്ങി. ബൗച്ചാർ എന്ന് പറഞ്ഞാല് വർഷിക്കുക അല്ലെ, മഴ പെയ്യുന്നത് പോലെ നാണയത്തുട്ടുകൾ വന്ന് പടപടാന്നും പറഞ്ഞ് അങ്ങോട്ട് വീഴുകയാണ്. ഇപ്പൊ സ്റ്റേജ് पर पैसों की बौछार शुरू हो गई, സ്റ്റേജിൽ പൈസ വന്ന് വർഷിക്കാൻ തുടങ്ങി. ചാർലിനെ ഗാന രോക്ക് ദിയ, ചാർലി പാട്ടങ്ങ് നിർത്തി. എന്താണ്? പകുതി അല്ലെ പാട്ട് പാടിക്കൊണ്ടിരുന്ന ആളാ. പൈസ വന്ന് അങ്ങനെ ഇതിന്റെ മുന്നിലേക്ക് വീഴാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്താണ്? ഇത് പാട്ടങ്ങ് നിർത്തി അല്ലെ. അപ്പൊ ഓഡിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടല്ലയോ ഈ കുഞ്ഞിന്റെ മുന്നിലേക്ക് അവര് പൈസ ഇട്ട് കൊടുത്തത്. അപ്പോൾ അവര് വളരെയധികം ആസ്വദിച്ചു അവന്റെ ആ പാട്ട്. അങ്ങനെ ഈ പൈസ വന്ന് വീണപ്പോൾ അവൻ എന്ത് ചെയ്തു? ഗാന രോക്ക് ദിയ, പാട്ട് അവിടെ നിർത്തിയിട്ട് ഘോഷണാക്കി. എന്നിട്ട് അവൻ അനൗൺസ് ചെയ്തു. എന്തോ ഘോഷണ എന്ന് പറഞ്ഞാല് അനൗൺസ് ചെയ്യുക. പകലെ മേ പൈസ ബെഡൊരുങ്ക, ഞാൻ ആദ്യം ഈ പൈസ ഒന്ന് കളക്ട് ചെയ്യട്ടെ, നിങ്ങൾ ഇട്ട് തന്ന പൈസ ഞാനൊന്ന് കളക്ട് ചെയ്യട്ടെ. ഇസ് ബാത്ത് ഉസ്കെ ബാദ് ഹി ഗാവൂങ്ക, അതിനുശേഷം ഞാൻ പാടാം കേട്ടോ. പിന്നെ ആവട്ടെ പാട്ട്, ഞാൻ ആദ്യം ഈ പൈസ എല്ലാം ഒന്ന് പിറക്കി എടുത്തോട്ടെ, ഞാൻ അതിനുശേഷം ഇനി പാട്ട് പാടാം. അതാണ് ഉസ്കെ ബാദ് ഹി ഗാവൂങ്ക, അതിനുശേഷം ഞാൻ പാടും. ഇസ് ബാത്തിനെ, ഈ കാര്യം, അതായത് അവന്റെ വായിൽ നിന്ന് വന്ന ഈ വാക്കുകൾ ഒന്ന് പറഞ്ഞ എന്താ? ഞാൻ ഈ പൈസയൊന്ന്
കളക്ട് ചെയ്യട്ടെ. പിന്നെന്താ പറഞ്ഞത്? ഇനി ഞാൻ പിന്നെ പാടാം, പൈസ കളക്ട് ചെയ്തിട്ട് പാടാം, ഇങ്ങനെ പറഞ്ഞത്. ഈ കാര്യം ഹോൾക്കോ ഹസി കർമ്മേ തബ്ദീൽ കർദിയ, ഹോളിനെ എന്താക്കി മാറ്റി? ഒരു വലിയ ചിരി ഹാൾ, ഒരു ചിരി വീടായി മാറി. ഹാൾ എന്തായി മാറി? ഒരു ചിരി വീടായി. തബ്ദീൽ കർണ എന്ന് പറഞ്ഞാൽ മാറുക. അപ്പൊ ആളുകളെല്ലാം കൂടെ വലിയ ഒരു ചിരിയാണ് അവിടെ നടത്തിയത്. തബ് തക്ക് മാനേജറേക്ക് റൂമിലേക്കറായ, അപ്പോൾ ആര് വന്നു? മാനേജർ വന്നു അല്ലെ? മാനേജർക്ക് സന്തോഷമായി കാണും, എന്തായാലും ഈ പ്രോഗ്രാം നല്ലതുപോലെ മുന്നോട്ട് പോയല്ലോ അല്ലെ? അപ്പൊ മാനേജർ വന്നു. ഏക്ക് റൂമാ ലേക്കർ, അപ്പോഴത്തേക്ക് മാനേജർ ഒരു കർച്ചീഫ് എടുത്തോണ്ടാ വന്നത്. റൂമാ ലേക്കർ ആയ, കർച്ചീഫും എടുത്തുകൊണ്ട് വന്നു. ഓർ പൈസ ബെഡോറിനെ ലഗ, എന്നിട്ട് അയാൾ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്നറിയാവോ? ഈ പൈസ കളക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പല ഭാഗത്തായിട്ട് വന്ന് വീണ പൈസ അപ്പൊ ഇവന്റെ കയ്യിൽ ഒക്കുന്നതെല്ലാം പിറക്കി കൂട്ടി വെക്കുകയാണ് ഇല്ലയോ? അപ്പൊ മാനേജർ അത് കണ്ടുകൊണ്ട് ഒരു കർച്ചീഫ് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പൈസ ബാക്കിയെല്ലാം കൂടെ ഇയാൾ എന്ത് ചെയ്തു? ഈ കർച്ചീഫിനകത്ത് പിറക്കി വെക്കാൻ, അതാ ബെഡോറിനെ കളക്ട് ചെയ്യാൻ തുടങ്ങി. ചാർലിക്കോ ലഗാക്കി, അപ്പൊ ചാർലിക്ക് തോന്നിയത് എന്താണ്? മാനേജർ ഖുദ് പൈസ രഖ് ലേനാ ചാഹത്താ ഹേ. അപ്പൊ മാനേജർക്ക് തോന്നിയത് ഈ ചാർലി എന്ത് ചെയ്യും? ചാർലിക്ക് തോന്നിയത്, ചാർലിക്കോ ലഗ, ചാർലിക്ക് തോന്നിയത് മാനേജർ ഖുദ് പൈസ രഖ് ലേനാ ചാഹത്താ ഹേ, എന്റെ പൈസ ആരെടുക്കും? ആ മാനേജറിന് എടുക്കാനാണ് ഈ പൈസ. അയാൾക്ക് സ്വയം അല്ലെ, അയാൾ എടുക്കാനാണ്. അതിനു വേണ്ടിയാണ്, അങ്ങനെ ആഗ്രഹിച്ചാണ് അയാൾ ഈ പൈസ കളക്ട് ചെയ്യുന്നതെന്നാണ് ആർക്ക് തോന്നിപ്പോയത്? ചാർലിക്ക് തോന്നിപ്പോയത്. ഉസ്നെ യഹ് ബാത്ത് ശികായത്തി ലഹജെ മേ ദർശകോം സെ കഹതി, അവൻ ഈ കാര്യം യഹ് ബാത്ത്, ഈ കാര്യം ശികായത്തി ലഹജെ മേ, വളരെ പരാതിയോടെ, പരാതി നിറഞ്ഞ ശബ്ദത്തോടെ, ശികായത്തി ആവലാതി പരാതി, ലഹജ ശബ്ദം, അപ്പൊ പരാതി നിറഞ്ഞ ശബ്ദത്തോടെ ദർശകോം സെ കഹുതി, ആരോട് പറഞ്ഞു? ഓഡിയൻസിനോട് പറഞ്ഞു. ഓഡിയൻസിനോട് പറഞ്ഞു എന്താണ്? ഈ പൈസ എല്ലാം ആരെടുത്തോണ്ട് പോകും? മാനേജർ എന്റെ പൈസ എല്ലാം എടുത്തോണ്ട് പോകും. അയാൾ അതിനെ ഇതെല്ലാം പിറക്കിതോ കർച്ചീഫിനകത്ത് വെക്കുന്നത്. അപ്പൊ ഈ കാര്യമൊക്കെ അവൻ ഓഡിയൻസിനോട് പറഞ്ഞു. ഹസി തബോർ ബഡ് ഗൈ, അപ്പോൾ ചിരി ഒന്നുകൂടി കൂടി. തബു ഓർ ബഡ് ഗൈ, അപ്പോൾ ഒന്നുകൂടി കൂടി. അങ്ങനെ जब रूमाल की पोटली में पैसे बांध बैक स्टेज की ओर जाते, मैनेजर के पीछे चार्ली व्याकुलता से लग गया. അപ്പോൾ മാനേജർ എന്ത് ചെയ്തു? ഈ പൈസ എല്ലാം കൂടെ കർച്ചീഫിനകത്ത് പിറക്കി പൊതിഞ്ഞ് കെട്ടി കേട്ടോ. മാനേജർ ബാക്ക് സ്റ്റേജിലേക്ക് പോകുകയാണ്. അപ്പോൾ ആ ബാക്ക് സ്റ്റേജിലേക്ക് മാനേജർ പോകുമ്പോൾ അയാളുടെ പിറകെ ആരും കൂടി? ചാർലിയും കൂടി അല്ലെ? പാട്ടൊക്കെ അവിടെ നിർത്തി. ഈ പൈസ എന്ത് ചെയ്യുമെന്ന് അറിയട്ടെ ഇയാള്. പൈസയും പിറക്കി ഇയാള് പോയല്ലോ. അങ്ങനെ ചാർലി മാനേജറിന്റെ പിറകെ പോയി. വളരെ വിഷമത്തോടാണ്, വ്യാകുലദാസേ ലഗുകയ, വളരെ വിഷമത്തോടെ പോയി. ജബ് തക്ക് മാനേജറിനെ വഹ് പോട്ടലി മാം കെ ഹവാലാനെ കി വഹ് നഹി ലൗട്ട, അമ്മയെ ഏൽപ്പിക്കുന്നിടം വരെ അവൻ അവിടുന്ന് തിരിച്ചു വന്നില്ല. ഈ പൈസ എന്ത് ചെയ്യും? മാനേജർ കൊണ്ടുവന്ന് വെക്കാൻ പോവുകയാണോ അതോ അമ്മയ്ക്ക് കൊടുക്കുമോ? ഇതറിയാൻ വേണ്ടി മാനേജറിന്റെ പിറകെ പോയി. അങ്ങനെ അമ്മയുടെ കയ്യിൽ പൊതി ഏൽപ്പിക്കുന്നിടം വരെ, അത് പോട്ടലി എന്ന് പറഞ്ഞ പൊതി ഹവാല ഏൽപ്പിക്കാതെ അവൻ അവിടെ നിന്ന് മടങ്ങി വന്നില്ല. അപ്പോൾ ഈ പൈസ ആരുടെ കൊണ്ട് കൊടുത്തു? മാനേജര് അമ്മയുടെ കയ്യിൽ ഇല്ലയോ? അയാൾ അവനെ സഹായിച്ചതില്ലേ? ഈ പിറക്കി പൈസ അയാൾ എടുക്കാനായിരുന്നോ? അല്ല, അവന്റെ അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ഈ ഓഡിയൻസ് ഇതെല്ലാം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. ഓഡിയൻസ് എല്ലാം അല്ലെ ചിരിച്ച് അല്ലെ ചിരിയോടെ അങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവർക്കും അവന്റെ പാട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു അല്ലെ? എന്നാൽ അവൻ ഒരുപാട് പാടിയോ? ഇല്ല. ഈ പൈസ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഇയാളുടെ പാട്ട് പകുതിക്ക് വെച്ച് അങ്ങ് നിർത്തി. അന്നേരവും അവർക്ക് ഒരുപാട് സന്തോഷം അല്ലെ? അവന്റെ വായിൽ നിന്ന് ഓരോ വാക്ക് കേൾക്കാനും ആളുകൾ ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. അത്തരം ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ആ ഓഡിയൻസ് ആകെ. അങ്ങനെ ചാർലിനെ ജനതാമെ ഗുദ്ഗുദി ഫൈലാദി ഥി, ചാർലി ജനങ്ങളിൽ അങ്ങനെ ആവേശം കൊള്ളിച്ചുകൊണ്ടിരുന്നു. ചാർലിനെ ജനതാമെ ഗുദ്ഗുദി ഫൈലാദി ഥി, ഗുദ്ഗുദി എന്ന് പറഞ്ഞാല് ആവേശം കൊള്ളിക്കുക.
ഉസ്കെ ബാദ് ഉസ്നെ ദർശകോം സെ ബാത്ചീത് കി. കണ്ടോ, അവൻ പാടി പറഞ്ഞു അല്ലെ. അതിനുശേഷം അത് ഉസ്കെ ബാദ്, അതിനുശേഷം അവൻ ഓഡിയൻസിനോട് സംസാരിച്ചു. ബാത്ചീത് കി, സംഭാഷണം നടത്തി. നൃത്തകിയ, എന്നിട്ട് ഡാൻസ് ചെയ്തു അല്ലേ. ഓഡിയൻസ് ഓരോന്ന് പറയുമായിരിക്കണം അല്ലെ, അവരുടെ ഇഷ്ടത്തിന് അവൻ ഓരോന്നും ചെയ്യുകയാണ്. നൃത്തകിയ ഓർ അപ്പനി മാം സഹിത്, എന്നിട്ടോ തൻ്റെ അമ്മ സഹിതമുള്ള, മാം സഹിത് അമ്മ സഹിതം, കൈ ഗായകോങ്കി ഒരുപാട് ഗായകരെ, നഗൽ ഉദാരി എന്ത് ചെയ്തു, അവന് അനുകരിച്ചു അല്ലെ. തൻ്റെ അമ്മ സഹിതമുള്ള ഒരുപാട് ഗായകരെ ആരനുകരിച്ചു? ചാർലി അനുകരിച്ചു. മാസൂമിയത്വമേ, നിഷ്കളങ്കതയിൽ, കാരണം 5 വയസ്സുള്ള കുട്ടിയാണ്, അപ്പൊ അത് വളരെ നിഷ്കളങ്കനായ കുട്ടിയാണ്. അത് നിഷ്കളങ്കതയിൽ ഉസ്നെ തോടി ദേർ പകലേ, അവൻ കുറച്ച് സമയത്തിന് മുൻപ് ഫടി മുറിഞ്ഞ, മാം കെ ആവാസ് അമ്മയുടെ ശബ്ദം എന്ത് ചെയ്തു, ഓർ ഉസ്കെ ഫുസ്ഫുസാനെ ആ പിറുപിറുക്കലെല്ലാം, നകൽ അപ്പൊ എന്താണ് ആ പിറുപിറുക്കലെല്ലാം, നകൽ ഉദാർദി അവൻ എന്ത് ചെയ്തു, അനുകരിച്ചു. അപ്പൊ തൻ്റെ അമ്മ സഹിതമുള്ള ഒരുപാട് ഗായകരെ അനുകരിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തൊട്ടു മുൻപല്ലയോ അമ്മയുടെ ശബ്ദം മുറിഞ്ഞ് പിറുപിറുക്കലായി മാറിയത്. അതുവരെ അത് അവൻ്റെ ഒരു നിഷ്കളങ്കതയാണല്ലോ, അയ്യോ അമ്മ എന്നാ എൻ്റെ അമ്മയാണ്, എന്നാ അമ്മ അങ്ങനെ കളിയാക്കരുത്, അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ. ആ കൊച്ചുകുട്ടിയുടെ ആ നിഷ്കളങ്കത അവിടെ കാണിക്കുന്നത്. അവന് ആ സ്പോട്ടിൽ കഴിഞ്ഞ ആ സ്പോട്ടിൽ തന്നെ അവനത് അനുകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ മുറിഞ്ഞ ശബ്ദം വരെ, അമ്മയുടെ ശബ്ദം മുറിഞ്ഞത് വരെ അവൻ അനുകരിച്ചു. ലോകോമേ ടഹാക്കൊങ്കി ഹിസേദാരി പോയി. ആളുകൾ ഇപ്പോൾ അട്ടഹാസത്തിൽ പങ്കാളികളാകുക. ചിരിയല്ല, എപ്പോഴങ്ങ് അട്ടഹാസമാണ്. അട്ടഹാസത്തിൽ ഹിസേദാരി പോയി, പങ്കാളികളായി. ഓ സ്റ്റേജ് പർ ജമക്കർ പൈസേ ബർസേ. കണ്ട് ഇപ്പോൾ പഴയതില് ഒരുപാട് പൈസ എവിടേക്ക് വന്ന് വർഷിക്കുകയാണ്, സ്റ്റേജിലേക്ക് വന്ന് അങ്ങനെ വർഷിക്കുകയാണ്. ബർസിന അല്ലെ, നേരത്തെ ബൗച്ചാർ പറഞ്ഞു, ഇതെല്ലാം വർഷിക്കുക എന്നാണ്. ഈ നാണയത്തുട്ടുകൾ വന്ന് വീഴുന്നതിനാണ് അല്ലെ, മഴ പെയ്യുന്നത് പോലെയാണ് ആ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് നാണയത്തുട്ടുകൾ എറിഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആളുകൾക്ക് ഇഷ്ടം കൂടും തോറും ഒരുപാട് പൈസയാണ് സ്റ്റേജിലേക്ക് വന്ന് വർഷിക്കുന്നത്. അപ്പൊ കുറെ സമയമായി പാടാൻ നിന്നിട്ടില്ലയോ. അന്തുമേ, അവസാനം മാം ജബുസെ ലേനെ ആയിത്തോ, അമ്മ അവനെ എടുക്കാൻ വന്നപ്പോഴോ ദർശകോമിനെ ദേർത്തക്ക് കടേ ഹോക്കർ താലിയാൻ ബജായി. എന്താ ചെയ്തു, ഓഡിയൻസ് ഒരുപാട് നേരം എഴുന്നേറ്റ് നിന്ന് താലിയാൻ ബജായി. എന്തോ താലിയാൻ ബജായി എന്ന് പറഞ്ഞാല് കൈയടിച്ചു. കൈ ലോകോമിനെ മാംസെ ഹാത്ത് മിലാക്കർ ഉസ്കെ ചോട്ടെ ബച്ചേക്ക് താരീഫി. ഒരുപാട് ആളുകളും തൻ്റെ കൊച്ചുകുട്ടിയുടെ തൻ്റെ കൊച്ചുകുട്ടിയെ പ്രശംസിക്കുകയാണ്. അതെങ്ങനെയാണ്, അമ്മയുടെ കൈ പിടിച്ചു കുലുക്കിക്കൊണ്ട്, മാംസെ ഹാത്ത് മിലാക്കർ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട്, ഉസ്കെ ചോട്ടെ ബച്ചേക്ക് താരീഫി അവരുടെ കൊച്ചുകുട്ടിയെ പ്രശംസിച്ചു. ചാർലി സ്റ്റേജ് पर पहली बार आया. ചാർലി സ്റ്റേജിൽ ആദ്യമായിട്ട്, പഹലി ബാർ എന്താണ്, ആദ്യമായിട്ടാണ് വരുന്നത് ഇല്ലയോ. അപ്പൊ നിറയെ കയ്യടി സ്വീകരിച്ചുകൊണ്ട്, നിറയെ പ്രശംസ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവൻ ആദ്യത്തെ സ്റ്റേജ് കടന്നത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ സ്റ്റേജിൽ വന്ന് ഉർമാം ആഖിരി ബാർ, അമ്മയോ അവസാനത്തെ തവണ അല്ലെ. പിന്നെ അമ്മയ്ക്ക് മുന്നോട്ട് പാടാൻ കഴിയുന്നില്ല, അവരുടെ ശബ്ദത്തിനുണ്ടായിരുന്ന തകരാറായിരുന്നു. ദുനിയാ കെ സബ്സെ ബഡേ ഷോ മാൻകാ യഹ് പഹല ഷോ താ. ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാന്റെ ആദ്യത്തെ ഷോ ഇതായിരുന്നു. ഉസ്നെ ജന്മലേ ലിയാ താ, അവൻ ഇവിടെ നിന്നാണ് ജന്മം എടുത്തത്. ചാർലി 5ാമത്തെ വയസ്സിൽ പങ്കെടുത്ത ആ പ്രോഗ്രാം വിജയകരമായ പ്രോഗ്രാം അത് മാത്രമാണ് നമ്മുടെ ഈ പാഠഭാഗത്ത് ഉള്ളത്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് തീർന്നിരിക്കുകയാണ്.